ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യോഗോ ബൊണീറ്റോ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ റീസെൻ്റ്ലി നടത്തിയ പ്രസ് കോൺഫറൻസിലെ കുറച്ച് കോൺട്രവേഴ്ഷ്യലായ സ്റ്റേറ്റ്മെൻറ്റ്സിനും അതിന് ഫ്രാങ്ക് റിബറി കൊടുത്ത രസകരമായ റിപ്ലൈയെ പറ്റി അതിൻ്റെ സത്യാവസ്ഥയും ശരിക്കും ബാലൻഡിയോർ 2013 ആരായിരുന്നു ഡിസർവിങ് എന്ന് നമ്മുടെ ഒരു ഒപ്പീനിയനും ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം നാഷൻസ് ലീഗിൻ്റെ പ്രസ് കോൺഫറൻസ് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തോട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുള്ളൂ. ലയണൽ മെസ്സിനെ പറ്റി, യമാലിനെ പറ്റിയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തോട് ബാലൻഡിയോർ ഈ വർഷം ആരാണ് ഡിസർവിങ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ റിപ്ലൈ ആണ്, ചാമ്പ്യൻസ് ലീഗ് നേടിയിരിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കണം ബാലൻഡിയോർ വിൻ ചെയ്യേണ്ടത് എല്ലാ ഇയറിലും. പിന്നെ ഇപ്പോൾ ബാലൻഡിയോറിന് അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ്. ഇത് അദ്ദേഹം കുറേ നാളായി ഇപ്പോൾ പറയുന്നുണ്ട് ബാലൻഡിയോറിന് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന്. ആക്ച്വലി ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യലും കുറച്ച് കോൺട്രഡിക്ടറിയും കുറച്ച് ഹിപ്പോക്രസി നിറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻഡ് ഇതിന് ഫ്രാങ്ക് റിബറി കൊടുത്ത റിപ്ലൈ ആണ് ഇപ്പോൾ ഏറ്റവും കോമഡി ആയിട്ടിരിക്കുന്നത്. പുള്ളി പറയുവാണ്, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അടിക്കണമല്ലേ ബാലൻഡിയോർ അടിക്കാൻ, എനിക്കറിയില്ലായിരുന്നുള്ള രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സോ ഇപ്പോഴാണ് കുറച്ച് ഹീറ്റഡ് ആയത് സംഭവം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിനെപ്പറ്റി നോക്കുവാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് വളരെയധികം എതിർപ്പാണുള്ളത്. അല്ലെങ്കിൽ ശരിക്കും ഭയങ്കര കോൺട്രഡിക്ടറിയാണ്. കാരണം ബാലൻഡിയോർ അടിക്കേണ്ട ഒരു പ്ലെയർ ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയിരിക്കണം എന്നൊരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ബെസ്റ്റ് പ്ലെയറിന് ആ സീസൺ ലീഗിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിക്കൂടെ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് ആയിട്ട് ടീം ലെറ്റ് ഡൗൺ ചെയ്തുകൊണ്ട് നോക്കൗട്ട് ആയിപ്പോയിക്കൂടെ. അപ്പോഴും അദ്ദേഹം ബാലൻഡിയോർ ഡിസർവിങ് ആവാൻ പാടില്ലേ, ഡിസർവ് ആവാണ്ടാവുമോ? അത് കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിബറി പറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡയറക്റ്റ്ലി പോവാം. ഇപ്പോൾ അദ്ദേഹം ആക്ച്വലി ഡയറക്റ്റ്ലി ഡെംബലെയാണ് ഡിസർവിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ്. ഈവൻ ദോ യമാലാണ് ബെറ്റർ എന്ന് എനിക്കറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ആയിട്ട് മാത്രം കാണാറുണ്ട്. പക്ഷേ ഇതൊരു കോൺട്രഡിക്ടറിയാണ്. അപ്പോൾ അതിന് ഫ്രാങ്ക് റിബറി കൊടുത്ത റിപ്ലൈനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആക്ച്വലി ഇതിന് എല്ലാം നമ്മൾ നോക്കണമെങ്കിൽ ഇതിൻ്റെ കോൺടെക്സ്റ്റ് 2013 ബാലൻഡിയോർ ഫംഗ്ഷനാണ്. ഇപ്പോൾ 2013 ബാലൻഡിയോർ പോഡിയം ഫിനിഷ് ചെയ്തത് റൊണാൾഡോ, മെസ്സി, റിബറിയാണ്. റിബറിയാണ് ആ സീസണിൽ എല്ലാവർക്കും അറിയാം ബെസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ. ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ലീഗ് അടിച്ചു, പിന്നെ ഒരുപാട് ഡൊമസ്റ്റിക് ട്രോഫീസ്, ടോട്ടൽ 5 ട്രോഫീസ് അടിച്ചു. പിന്നെ ബയൻ്റെ മെയിൻ മാൻ ആയിരുന്നു. പക്ഷേ ബാലൻഡിയോർ അടിച്ചത് റൊണാൾഡോ ആണ്. ഇപ്പോൾ റൊണാൾഡോ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും റിബറിക്കല്ലേ കിട്ടേണ്ടത്. അപ്പോൾ റിബറി ചോദിച്ചതിൽ സത്യമുണ്ട്. റിബറിക്ക് വേണമെങ്കിൽ ഇപ്പം ചോദിക്കാം. കാരണം എങ്ങനെ പറയുവാണെങ്കിൽ ഇത് ശരിയല്ലേ എന്ന് റിബറി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ബാലൻഡിയോർ ഡിസർവ് ചെയ്ത ആൾക്ക് തന്നെയാണ് ആ സീസൺ കിട്ടിയത്. റൊണാൾഡോയ്ക്ക് തന്നെയാണ് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. റൊണാൾഡോയ്ക്ക് ഇപ്പോൾ റിബറിയുടെ, റൊണാൾഡോൻ്റെയും മെസ്സിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ആ സീസണിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. റിബറിക്ക് മോശം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു ഗോളൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ളൂ. ആൻഡ് ബാക്കിയുള്ള ഗോൾസ് എല്ലാം കുറവാണ്. പക്ഷേ ഇത് കാരണം നമ്മൾ ഡിലൂഷനായി പോകരുത്. റിബറിക്ക് മോശം സീസൺ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഗോൾസ് എപ്പോഴും കഥ പറയില്ല, ഗോൾസ് മാത്രം കഥ പറയില്ല. റിബറി ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ അല്ലായിരുന്നു ആ ടീമിന് വേണ്ടി ആ റോൾ അല്ലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗോൾ സ്കോറിംഗ് മെഷീൻ മാത്രമാണ് ബാലൻഡിയോർ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ആവാൻ പാടുള്ളൂ എന്നും അഭിപ്രായമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിബറി എന്താ ചെയ്തുകൊണ്ടിരുന്നത്, വിങ്ങർ ആയിരുന്നു, ലെഫ്റ്റിൽ കട്ട് ചെയ്ത് അകത്തേക്ക് വരും, സ്പേസ് ഉണ്ടാക്കും, അവിടെ പ്ലേ മേക്ക് ചെയ്യും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ സിസ്റ്റത്തിൽ ഷെയ്ൻ സ്നേഗർ, മുള്ളർ എല്ലാവരും കൂടെ ഒപ്പമുള്ളൊരു കളിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ടീം സെൻട്രിക് ആയിട്ടുള്ള കളിയായിരുന്നു. ഒരാളെ ഉരുത്തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന കളിയല്ല അദ്ദേഹം, മീൻസ് ആ കോച്ചിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൽ പുള്ളിയിൽ നിന്ന് ഒരുപാട് ഗോൾ ആൻഡ് അസിസ്റ്റ് ഔട്ട്പുട്ട് ഇല്ലെന്ന് പറഞ്ഞ് പുള്ളി മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതുകൊണ്ടല്ല ഞാൻ റിബറി ഡിസർവിങ് അല്ലെന്ന് പറയുന്നത്. റൊണാൾഡോ ചെയ്തൊരു കാര്യമാണ്. റൊണാൾഡോ ബാലൻഡിയോർ ഫംഗ്ഷന് ജസ്റ്റ് 2-3 വീക്സ് മുന്നേ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ച് സ്വീഡനെതിരെയുള്ള മാച്ചിൽ പോർച്ചുഗൽ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ, അതായത് 2014 വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത സമയത്ത്, അതായത് ഈ കളി തോറ്റു കഴിഞ്ഞാൽ 2014 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല പോർച്ചുഗൽ. അങ്ങനെ ഒരു സമയത്ത് പുള്ളി ഒരു ഹാർട്ടൊക്കെ അടിച്ച് കളി അങ്ങ് ജയിപ്പിച്ചു സ്വീഡനെതിരെ. അത് ഭയങ്കര ഒരു ഹീറോയിക് മാച്ചായിരുന്നു. അത് ഭയങ്കരമായി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് വോട്ടിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള സമയത്ത് പറഞ്ഞു. ആ സമയത്ത് വോട്ടിംഗ് അവർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് ശരിക്കും വോട്ടേഴ്സിൽ അല്ലെങ്കിൽ മീഡിയയിൽ നല്ല അറ്റൻഷൻ കിട്ടി, പുള്ളിക്ക് വോട്ട് പോയിട്ടുണ്ടാവി. അത് ആക്ച്വലി പുള്ളിക്ക് ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയത്. കാരണം പോർച്ചുഗൽ പോലത്തെ ഒരു ടീമിനെ ചാമ്പ്യൻസ് ലീഗ് വേൾഡ് കപ്പ് കളിച്ചില്ല എന്തായിരിക്കും അവസ്ഥ. അത് പുള്ളിയുടെ ഒറ്റ ഹീറോയിക്സിൽ പുള്ളി അവിടെ കൊണ്ട് എത്തിച്ചു. ഇനി അതുകൊണ്ട് മാത്രം പുള്ളിക്ക് ബാലൻഡിയോർ കൊടുക്കാൻ പറ്റൂല, അത് വേറെ കാര്യം. പക്ഷെ പുള്ളിയുടെ ബാക്കിയുള്ള ലീഗിലെ പെർഫോമൻസ് നോക്കുക, ജയിച്ചില്ലെങ്കിലും പുള്ളി ഹി വാസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ലീഗ് ആ സീസണിൽ. കാരണം മെസ്സിക്ക് ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലീഗിൻ്റെ സെക്കൻഡ് ഫേസ് ആയപ്പോൾ ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് പോലും പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മെസ്സി ആ സീസണിൽ അധികം സീനിൽ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊണാൾഡോ ആയിരുന്നു അത്യാവശ്യം നല്ല ഗോള് മാത്രമല്ല പുള്ളിയായിരുന്നു ബെസ്റ്റ് പ്ലെയർ സ്പെയിനിൽ ആ സീസണിൽ.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ വേൾഡ് കപ്പിലെ ഈ ഒരു ഹീറോയ്ക്കും പിന്നെ പുള്ളിയുടെ ഈ ഗോൾ ഔട്ട്പുട്ട്, ഈ ഗോൾ സ്കോറിങ്, ഇത്രയും ഗോൾ അടിച്ചതും പിന്നെ പുള്ളി മൊത്തത്തിൽ ടീമിന് വേണ്ടി റയൽ മാഡ്രിഡ് ബെസ്റ്റ് പ്ലെയർ ആകുന്നതുകൊണ്ടും എനിക്ക് റൊണാൾഡോ ആ സീസണിൽ ബാലൻഡൂർ അടിച്ചതിൽ ഒരു എതിർപ്പും പറയാനില്ല. ഈ ഡിസേർവ് ഇറ്റ് എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം. പക്ഷേ പുള്ളിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി വളരെ കോൺട്രഡിക്ടറി ആണ്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ പുള്ളിക്ക് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം റിബറി ചോദിച്ച ചോദ്യം ന്യായമായ ചോദ്യമാണ്. ബാലൻഡൂർ അടിച്ച ആൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കണമെന്നാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പുള്ളി ചോദിച്ച ചോദ്യം റീസണബിൾ ആയ ചോദ്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും നോക്കുമ്പോൾ എനിക്കതൊരു ബെറ്റർ സീസണായിട്ട് തോന്നിയത് റൊണാൾഡോയാണ്. റിബറിയുടെ മോശമായതുകൊണ്ടല്ല, റൊണാൾഡോ വാസ് ജസ്റ്റ് ബെറ്റർ, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദാറ്റ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ച് അഗെയിൻസ്റ്റ് സ്വീഡൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ മാൻ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.